അങ്ങനെ മെയ് 21 നമ്മുടെ ദൃശ്യം 3 റിലീസാകാൻ പോവുകയാണ്. പ്രേക്ഷകരെല്ലാം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ ഇല്ലയോ എന്നൊക്കെയാണ്. എന്നാൽ ജോർജ് കുട്ടി 2013 ചെയ്ത ഇതേ ക്രൈംസ് 2026 ചെയ്യുന്നതെന്ന് വെച്ചോ. ജോർജ് കുട്ടിക്ക് അത്ര എളുപ്പം അങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുമോ? എന്തെന്ന് വെച്ചാൽ, ഇന്നാണ് ജോർജ് കുട്ടി ഈ ക്രൈംസ് ഒക്കെ ചെയ്യുന്നതെങ്കിൽ കേവലം പോലീസിനെ മാത്രമല്ല ജോർജ് കുട്ടി നേരിടേണ്ടതായി വരുന്നത്, ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൂടി ജോർജ് കുട്ടി നേരിടേണ്ടതായി വരും. സോ ഒരു സാധാരണക്കാരനും കേബിൾ ഓപ്പറേറ്ററുമായ നമ്മുടെ ജോർജ് കുട്ടിയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കൂടി ഏറ്റുമുട്ടിയാൽ ആര് ജയിക്കും? നമുക്ക് നോക്കിയാലോ. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്. So the first point, AI cameras and facial recognition. അതായത് നമുക്കറിയാം, ഇന്ന് റോഡരികിലേക്കൊക്കെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടോ എന്ന് മാത്രം നോക്കുന്ന കേവലം നോർമൽ ക്യാമറാസ് അല്ല ഉള്ളത്. രാത്രിയിൽ ഈവൻ നല്ല ഇരുട്ടത്ത് സഞ്ചരിച്ചാൽ പോലും കാറിനുള്ളിൽ ആരാണ് ഉള്ളതെന്ന് തിരിച്ചറിയാവുന്ന ഫേഷ്യൽ റിക്കഗ്നീഷൻ മെക്കാനിസം ഉള്ള AI ക്യാമറാസ് ആണ് ഉള്ളത്. ഈ AI ക്യാമറാസ് ഒക്കെ ഉള്ള സമയത്ത് ജോർജ് കുട്ടിക്ക് അത്ര എളുപ്പം മൃതദേഹവുമായി കടന്നു കളയാൻ സാധിക്കുമോ? ഇല്ലല്ലേ. മേ ബി പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ, ഇൻഫ്രാറെഡ് റേസ് ഒക്കെ യൂസ് ചെയ്ത് ജോർജ് കുട്ടിക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ ഒരു സാധാരണക്കാരനായ ജോർജ് കുട്ടിക്ക് അത്രമാത്രം ബ്രില്യൻസ് ഉണ്ടോ? അപ്പോഴാണ് നമ്മൾ ഓർക്കേണ്ടത് ആശാ ശരത് പറഞ്ഞ ആ ഡയലോഗ്, വെറും 4ാം ക്ലാസ്സുകാരൻ നാട്ടുംപുറത്തുകാരന്റെ ബുദ്ധി അല്ല അയാൾക്കുള്ളത്. ഓക്കെ, ലീവ് ഇറ്റ്. എനിവേ, അത് പോട്ടെ. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, ദ സെക്കൻഡ് തിങ്, ഫോറൻസിക് AI. അതായത് മൃതദേഹം കുഴിച്ചിടാൻ വേണ്ടി മണ്ണ് മാറ്റിയാൽ ഈ മണ്ണിലുണ്ടാകുന്ന വ്യത്യാസത്തെ ഇന്ന് സാറ്റലൈറ്റ് ഇമേജറി വഴിയോ അല്ലെങ്കിൽ ഡ്രോൺസ് വഴിയോ AIക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇത്രയും സാങ്കേതിക വിദ്യ ഉള്ള സമയത്ത് ജോർജ് കുട്ടിക്ക് പോലീസ് സ്റ്റേഷനിൽ മൃതദേഹം കുഴിച്ചിടുക എന്നുള്ളത് അത്ര എളുപ്പമായ പരിപാടിയല്ല. മൂന്നാമത്തെ കാര്യം, ഇതാണ് മെയിൻ ഹൈലൈറ്റ്, ദ ഡിജിറ്റൽ ട്രാപ്പ്. അതായത് നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഈവൻ മൊബൈൽ ഫോണുകൾ ഓഫ് ആക്കിയാൽ പോലും നമുക്ക് മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജോർജ് കുട്ടി ഈവൻ മൊബൈൽ വീട്ടിൽ വെച്ചിട്ട് പുറത്ത് പോയാൽ പോലും വീട്ടിലുള്ള ഡിജിറ്റൽ ആക്സസറീസ് യൂസ് ചെയ്ത് ജോർജ് കുട്ടി വീട്ടിലുണ്ടായിരുന്നോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഈ ഡിജിറ്റൽ ഇൻഫർമേഷനെ ജോർജ് കുട്ടി എങ്ങനെ മറികടക്കും? മേ ബി ജോർജ് കുട്ടിക്ക് വല്ല IoT ഡിവൈസ് ഒക്കെ യൂസ് ചെയ്ത് ഈ ഡാറ്റാസ് ഒക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒരു സാധാരണക്കാരനായ ജോർജ് കുട്ടിക്ക് ഇത്ര മാത്രമൊക്കെ ചെയ്യാൻ സാധിക്കുമോ? ഇവിടെയാണ് നമ്മൾ ജോർജ് കുട്ടി എന്ന 4ാം ക്ലാസ്സുകാരന്റെ മാസ്റ്റർ മൈൻഡിനെ മനസ്സിലാക്കാൻ പോകുന്നത്. മേ ബി ജോർജ് കുട്ടി ഒരു ഡീപ് ഫേക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്താലോ. അതായത് പോലീസുകാർ കോടതിയിലേക്ക് ജോർജ് കുട്ടി വീട്ടിലില്ലായിരുന്നു എന്ന ഡിജിറ്റൽ ഇൻഫർമേഷൻ കൊണ്ടുവരുന്ന അതേ സമയത്ത് ജോർജ് കുട്ടി ഡീപ് ഫേക്ക് സ്ട്രാറ്റജി യൂസ് ചെയ്ത് താൻ വീട്ടിലുണ്ടായിരുന്നു എന്നൊരു ഫേക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. ആ സമയത്ത് ഇപ്പോൾ കോടതി നോക്കുമ്പോൾ പോലീസിന്റെ ഈ ജോർജ് കുട്ടി വീട്ടിലില്ലായിരുന്നു എന്ന തെളിവുകൊണ്ട്, ജോർജ് കുട്ടിയുടെ കയ്യിലാണല്ലോ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ള വീഡിയോ തെളിവുണ്ട്. സോ രണ്ട് തെളിവും കൂടെ ഒരേ ടൈം വരുമ്പോൾ കോടതിക്ക് ഒരു കൺഫ്യൂഷൻ ജനിപ്പിക്കാനും അതുപോലെ തന്നെ ഈ ഒരു തെളിവിനെ തള്ളിക്കളയാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ മെയ് 21 വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായി വരും. എങ്ങനെയാണ് 2026 ഇത്രത്തോളം ടെക്നോളജീസ് ഉള്ളപ്പോഴും ജോർജ് കുട്ടി ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് രക്ഷപ്പെട്ടു പോകുന്നതെന്ന് നമുക്ക് കാത്തിരിക്കാം. പിന്നെ നമുക്കറിയാം, എത്രത്തോളം സാങ്കേതിക വിദ്യകൾ വളർന്നാലും മനുഷ്യന്റെ അതിജീവനത്തിനായുള്ള വെമ്പൽ, അതായത് ഹ്യൂമൻ ഇൻസ്റ്റിങ് ഫോർ സർവൈവൽ, ഇതിനേക്കാളെല്ലാം വലുതാണ്. സോ നമുക്ക് ഏതായാലും വെയിറ്റ് ചെയ്യാം ജോർജ് കുട്ടിയുടെ അടുത്ത മൂവ്മെന്റ് എങ്ങനെയായിരിക്കുമെന്ന്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തോ. ഇതുപോലുള്ള ഒരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരേക്കും ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.